അപ്പൊ നിങ്ങൾ അങ്ങ് വന്നാ മതി. ഓ ശരി 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 ശരി. ഇല്ല 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 ഇല്ല. ഓ ശരി. ശരിയാ ശരി. കാണാം കാണാം. അച്ഛാ, ഈ മരുന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതൊക്കെ സമയത്തിനെടുത്ത് കഴിച്ചേക്കണം. ഞാൻ വെറുതെ ഡോക്ടറെ സന്തോഷിപ്പിക്കാൻ മേടിച്ചല്ലേ, അല്ലാണ്ട് എന്റെ പനിയൊക്കെ മാറി. ആ ആന്റിബയോട്ടിക്സ് ആണ്. കോഴ്സ് കംപ്ലീറ്റ് ആകാതെ ഒരു രക്ഷയില്ല കേട്ടോ. ഓ ഓ. പിന്നെ ശാന്തി തട്ട്. പാലിന്റെ ബില്ല്, കറണ്ട് കാശ് ഇതെല്ലാം മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, എടുത്തു കൊടുത്തേക്കണം. അതവിടെ ഇരുന്നോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അതവിടെ ഇരുന്നാ പറ്റില്ല, ഉണ്ണിയേട്ടൻ അത് എടുത്തോണ്ട് പോകും. അതുകൊണ്ടായി പറയുന്നത്. നീ പേടിക്കണ്ട, അവൻ ഈ എന്തൊക്കെ ആയുർവേദ മരുന്നൊക്കെ ഒരു പെട്ടിയിലായിട്ട് സൈസിന് പോയിട്ട്. ആണോ? ഓ. പിന്നെ സമയത്തിന് ആഹാരം കഴിക്കണം, പിന്നെ അത് മറന്നേക്കരുത്. നീ ഭക്ഷണം എടുത്തിട്ടുണ്ടോ? ഞാൻ ഡയറ്റില്ല. ആ പറഞ്ഞു ഈ കുട്ടിയുടെ ഒരു കാര്യം. അവള് അധ്വാനിച്ച് കാശും പണം ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടു തരിക, ഇത് ഞങ്ങള് കഴിക്കുക, അവൾക്ക് ഡയറ്റ്. ശീതലേട്ടാ, എന്താ അവിടത്തെ നോക്കി കാണുന്നത്? ഞാനവിടെ ഒരു വാഴ കുറച്ച് നിൽക്കണ്ടാവുന്ന ഇങ്ങനെ നോക്കിയതാണ്. വാഴക്കൊല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവളുടെ കെട്ടിയും പ്യാരി ഇട്ടിട്ട് പോയപ്പോ തുടങ്ങിയതാ അവളുടെ ഇളക്കവും നിങ്ങളുടെ ഒരു നോട്ടം. 24 മണിക്കൂർ അവിടെ തന്നെയാണല്ലോ. നീ എന്ത് കണ്ടെന്നടി? ഞാനെല്ലാം കാണുന്നുണ്ട്. എന്ത് നീ കണ്ട്? എല്ലാം കാണുന്നുണ്ട്. ആ കണ്ടെങ്കിൽ നന്നായി. എന്നാ ഇത്ര വിഷമമാണ് കാര്യം ചെയ്യും. നിങ്ങൾ അവിടെ പോയി താമസിച്ചോ? പോണെങ്കിൽ പോടി ഞാൻ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ, പെട്ടുപോയില്ലേ. ഓ, ഒരു പെടലുമില്ല. എന്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിച്ചൊക്കെ തന്നിട്ടേ നിങ്ങൾ അങ്ങ് പോയിക്കോ. നിന്റെ എന്ത് മേടിച്ചത്? 4 വള സ്വർണ്ണം. അത് നിന്റെ പറമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്, സിമെന്റും മണലായിട്ട്. സിമെന്റ് മണലല്ലേ വീട് വെക്കുന്നുണ്ട് എവിടെ? ഇതൊക്കെ തന്നെയാണ് നിന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തത്. നീയൊക്കെ 4 ദിവസം പണിയില്ലാണ്ടാവുമ്പോ കണക്ക് വെക്കാൻ തുടങ്ങും. ഇതന്നെ നിന്നെ ഇഷ്ടപ്പെടാത്തത്. ആ സമയം ആ പെണ്ണിനെ കണ്ടോ നീ? ആ പെണ്ണ് നേരം വെളുക്കുമ്പോ കുളിച്ചൊരുങ്ങി പണിക്ക് പോവുക. ഇന്ന് വരെ 10 രൂപ സമ്പാദിച്ചുകൊണ്ടിരുന്ന നിനക്കൊക്കെ പറ്റിയിട്ടുണ്ടോ? ഓ, ഞാൻ 10 രൂപ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലായിരിക്കും. ആ അടുക്കള കിടന്ന് ഞാൻ എടുക്കുന്നൊക്കെ പണിയല്ലേ, അതിനൊരു വിലയില്ലേ? നിനക്കൊക്കെ അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രം കഴുകാൻ തന്നെ പറ്റുള്ളൂ. വലിയ വർത്താനം പറയും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്ത് നോക്കും, ഇഷ്ടമുള്ളടത്ത് പോകും, ഇഷ്ടമുള്ളവരോട് സംസാരിക്കും. മേലെ എന്നോട് അങ്ങനെ സംസാരിക്കാൻ വന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴും ഇടുക്കൊക്കെ എന്റെ അച്ഛനമ്മയുടെ മുമ്പിലൂടെ നിങ്ങൾ ഇതൊക്കെ പറ. ആ പിന്നെ അച്ഛനും അമ്മയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്നെ അവര് മൂക്കിൽ വലിച്ചു കയറ്റും. ഒന്ന് പോരി പെണ്ണെ കൊടുക്കും. ശീതള, നീ പറഞ്ഞത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എടാ, ഞാൻ പറഞ്ഞതിലൊരു തരി പോലും കള്ളല്ല. കൃത്യം കാര്യം ഞാൻ പറയണത്. വെറുതെ ഞാൻ വല്ലതും പറയൂ? ആ ചാരുല്ലേ, ചാരുവിനൊന്നും ശ്രദ്ധിച്ചു നോക്കേണ്ടത്. എന്തൊരു സ്മാർട്ടാണ് ആ കുട്ടി. സ്വന്തമായിട്ട് ജോലിയുണ്ട്, അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടോ? വെൽ ഡ്രസ്സിൽ അവള് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ടിപ് ടോപ്പാണ് എപ്പോഴും. ആ പുഞ്ചിരി കണ്ടാൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും. ഇതൊരു വക എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തൊരു സാധനം. എന്ത് ചെയ്യും? അല്ല, ഈ ടിപ് ടോപ്പ് എല്ലാം ചാരുവല്ലേ? നിങ്ങൾ പുരയിൽ പണിയെടുക്കുന്നോളല്ലേ, അപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇത്തിരി അഴുക്കൊക്കെ ഉണ്ടാവില്ലേ കൈമേൽ? എടാ, ഇത് അതൊന്നല്ല വീട്ടിലെ പണിയാന്ന് വിചാരിച്ചിട്ട് അലമ്പായിട്ട് നടക്കേണ്ട കാര്യമുണ്ട്. അതെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ നമുക്ക് അങ്ങോട്ട് ഒന്ന് സിങ്ക് ചെയ്ത് പോവാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ആ ചാരുനെങ്ങാനാണ് ഞാൻ കല്യാണം കഴിച്ചത്. പണ്ടേ പകരം ഞാൻ ഇപ്പൊ സ്വന്തമായിട്ട് വീട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവളെ കെട്ടിയ അവന്റെ പേരിന്റെ അവൻ എന്തിനാ ഇട്ടേച്ചു പോയത്? അവന്റെ അഹങ്കാരം. അല്ലാണ്ടെന്താ? ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി, സ്മാർട്ട് ആയിട്ടുള്ള കുട്ടീനെ കയ്യിൽ കിട്ടിയിട്ട് അത് ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അവന്റെ അഹങ്കാരം അല്ലാതെ വേറെ പിന്നെ നമ്മള് പുറത്തെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നത് ഈ ചാരു എന്ന് പറഞ്ഞ പെണ്ണിന്റെ അപ്പനും ആങ്ങളെയും കൂടെ ഈ അവനെ പ്യാരി തന്നെ ശരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് ഇവനോട് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി പോയേ
അതിന്റെ കുറ്റപ്പെടുത്തലാന്നാണ്. എന്റെ മന്മത ഇതൊന്നുമല്ല, ഇതൊക്കെ ഓരോന്ന് സംഭവം കഴിയുമ്പോ പിന്നെ പറഞ്ഞുണ്ടാക്കുന്ന സംഗതികളല്ലേ. ആ ഫാമിലി എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ആ കുട്ടിയുടെ നടപ്പും ഭാവവും അതിന്റെ ഒരു ഒതുക്കൊക്കെ കണ്ടാൽ തന്നെ അവരുടെ ഫാമിലിയുടെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഇതൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നീ നിന്റെ സുമിത്ര ഉണ്ടല്ലോ കെട്ടിയ പെണ്ണിനെ നീ കുറെ നാൾ പ്രേമിച്ചു കാണുന്നല്ല. അപ്പൊ നിന്റെ വായിന്ന് പറഞ്ഞ ഇതൊന്നും അല്ലല്ലോ, സുമിത്ര തേനാണ്, പാലാണ്, ചക്കപ്പഴമാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. ഇപ്പൊ പിന്നെ എന്താ അങ്ങനെ? എടാ മന്മത, നമ്മള് ചില സാധനങ്ങൾ ഈ പരസ്യം കണ്ട് വാങ്ങില്ലേ, പെട്ടുവാറില്ലെന്ന്, അതേപോലെ ചിലതൊക്കെ ജീവിതത്തിലും ഉണ്ടാവും. അത് തന്നെ എന്റെ ജാതക പ്രശ്നം കൊണ്ടാണല്ലോ എനിക്ക് കല്യാണം നടക്കാത്തെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ജാതക പ്രശ്നം അങ്ങനെ ഇരിക്കണം തന്നെയാണ് നല്ലത്. അയ്യോ കല്യാണമേ വേണ്ട, അതുകൊണ്ട് കണ്ടില്ലേ കഴിച്ചവരൊക്കെ ഇരിക്കണേ. എടാ ഇത് അങ്ങനെയൊന്നുമില്ല, നല്ല കുട്ടികൾ ഇഷ്ടം പോലെ ഇല്ലേ. ഇപ്പൊ ഈ ചാരുവിനെ നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ. ഒന്ന് നിർത്ത്, നീ ആ ചാരുവിന്റെ മാറി വേറെ എവിടെയെങ്കിലും ഒന്ന് ചാരു. കുറെ നേരം ചാരു ചാരു ചാരു. ഇത് അതുകൊണ്ടല്ല മന്മത, ഞാൻ പറയണത് മനസ്സിലാക്ക്. ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ ഒരുത്തി, ഒരു രക്ഷ എന്ന് പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ ഒരു നല്ല തമാശ പറഞ്ഞ എന്താ പറഞ്ഞ, ഒരു നല്ല പുഞ്ചിരിയായിരുന്നേ നമുക്ക്, അതിന് പോലും കഴിയില്ല അവൾക്ക്. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു വകതിരിവും ഇല്ല. എന്ത് പിന്നെ രണ്ട് സാധനങ്ങളുണ്ട് അതിന്റെ ഉള്ളിൽ. ആ തള്ള അങ്ങനെ ഒരു കുരുത്തം കെട്ട സ്വഭാവം അതിന്റെ വേറെ ഒരു തള്ളനെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛനുണ്ടല്ലോ പിന്നെന്താ. എന്താ വെച്ചാൽ പോട്ടം തന്താ. നിനക്ക് പൈസക്ക് അസുഖമായിട്ട് ആശുപത്രി മുഴുവൻ പൈസ ചികിത്സക്ക് അവിടെ അയാളാണ് കൊടുത്തത്. ഇതാര് പറഞ്ഞു? എനിക്ക് പൈസ വന്നിട്ടില്ലല്ലോ. അങ്ങനെയായി. പിന്നെ പൈൽസിന്റെ അസുഖം ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ. നിന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചേക്കാണ് ഈ കഥകളൊക്കെ. ഇല്ലാത്തവരെ കാര്യങ്ങളും പറഞ്ഞിട്ടു. ഇതിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങള്? ഇനി എന്ത് ചെയ്യാൻ, പെട്ട് കഴിഞ്ഞു, എല്ലാം പോയി തീർന്നു. ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് പോയി, ലൈഫ് പോയി. മതി ഏച്ച, സഹിച്ച് എനിക്ക് സൗന്ദര്യമില്ല, ബ്യൂട്ടി പാർലറിലെ സ്നേഹയുടെ മാതിരി സ്റ്റൈലില്ല. പിന്നെ ആ ശാന്തേച്ചിയുടെ മോളില്ലേ സ്കൂളിൽ പോണ നിശ, അവളൊക്കെ അടുത്ത് വരുമ്പോ ഭയങ്കര സ്മെല്ലാണ് പെർഫ്യൂമിന്റെ. എനിക്കിപ്പോഴും നാറ്റമാണ്. എന്തൊക്കെ കേൾക്കണ്ടെന്ന് അറിയോ ഞാൻ. അവളെ പണപ്പിക്കാൻ പോയത് അതാണ് ഇവിടുത്തെ കാര്യം. എനിക്ക് സ്റ്റൈലൊന്നും ഇല്ലല്ലോ, ഞാനിങ്ങനെ കരിയും പോകുകയും കേട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പാണല്ലോ. അല്ല പ്രേമിക്കുമ്പോ ഇതൊന്നും അവൻ കണ്ടിട്ടില്ലേടി? പ്രേമിക്കുമ്പോ അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ സ്നേഹമൊക്കെ അപ്പുറത്തെ വീട്ടിലോട്ടാ. ആ ജനാലിക്കലെ പോലെ എപ്പോഴും ആ ചാരു നോയിക്കൊണ്ടിരിപ്പാ. ഇപ്പോഴും നോക്കാണ് അവൻ. സത്യത്തില് ആ ജനലിന്റെ അവിടെ നിന്നിട്ട് ആ വീട്ടിലേക്ക് നോക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? അപ്പൊ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോന്ന്? മിണ്ടാതിരുന്നല്ല, അവന്റെ കാരണടിച്ച് പൊളിക്കണ്ടേ? പറഞ്ഞാ മതി, പറഞ്ഞടിച്ചു പൊളിക്കും ഞാൻ. എന്നെ ചെയ്യട്ടെ? പറഞ്ഞാലേ പറ്റുള്ളൂ നിങ്ങളെ കൊണ്ട്. പിന്നെ വേറൊരു കാര്യം, ആ പെണ്ണ് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇവൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്. അവിടെ ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാ നോക്കുന്നത്. അപ്പൊ എവിടേക്കാ നോക്കുന്നത് മനസ്സിലാവില്ലല്ലോ. അതാണ് ഐഡിയ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആ പ്യാരി എന്ന് പറയുന്ന ഇപ്പൊ അവിടെ ഇല്ല, അവട്ടിട്ട് പോയി. അപ്പൊ അവള് വേറൊരാളെ കണ്ടുപിടിക്കണല്ലോ, അതിനിങ്ങനെ ചൂണ്ടടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതാണ് ഇത് സംഭവം. അതിക്ക് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കാർത്ത കണ്ണാടി അടിച്ച് പൊളിക്കേണ്ടിയിരുന്നു. പൊളിക്കും ഞാന്, പൊളിക്കും. പറഞ്ഞത് ചെയ്യും ഞാൻ. പറഞ്ഞാലേ നിങ്ങൾ ചെയ്യുള്ളൂ. ആ വൃത്തിയായിട്ട് അവൾ കാണട്ടെ, ഞാൻ മുട്ടുകാല തല്ലി ഒടിച്ചിടും. പിന്നെ അവൾ എങ്ങനെ അവിടെ നിന്ന് നോക്കുമെന്ന് അറിയണമല്ലോ. കണ്ണാടി മാത്രമൊന്നുമല്ല, അതിന് ജോലി എന്താണ്ടൊക്കെ ഉണ്ട്. എനിക്ക് ജോലി ഇല്ലല്ലോ, അതിന് വീട്ടിലെ അടുക്കളയിൽ തന്നെ ഇരിപ്പാണല്ലോ. അല്ല ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, ആ എണ്ണം കെട്ടവനെ കെട്ടണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാണോ? അതൊക്കെ അന്നല്ലേ അമ്മേ. എന്റെ അമ്മല്ലേ? അപ്പൊ ആ പോങ്ങനെ മതി അവക്ക്. ഒറ്റക്കാലിൽ നിന്ന് തപസ്സായിരുന്നു അവള്. ജോലി ഉണ്ടായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഒന്നിനും കൊള്ളൂല്ലോ. ഇപ്പൊ നിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ, ഇനി അവൻ പോട്ടെ. അവൻ വേണ്ട. ഒറ്റയ്ക്ക് എന്താണ്? എടി നല്ല അന്തസ്സുള്ള ഒരു ചെറുക്കനെ കൊണ്ട് ഞാൻ നിന്നെ കെട്ടിക്കും. ഇനിയിപ്പോ ഒരു ചെറുക്കൻ പോയിന്നും പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരയാ നീ.
പെണ്ണുങ്ങളൊന്നും അങ്ങനെ ആവാൻ പാടില്ല. അത് പാടില്ല. കെട്ടിയോൻ പോയാലും കെട്ടിയോ പോയാ ഇപ്പൊ തന്നെ നിന്റെ അച്ഛൻ പോയാല് ഞാൻ എന്താ കറിയോ? കറിയില്ലേ? ഈ എന്തിനാ ഞാൻ കറിയണേ? എന്തിനാ കറിയണ്? എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ നല്ല കണ്ടേടമുണ്ട്. ഉണ്ട്. നിന്നെ നല്ല അന്തസ്സായിട്ട് ഞാൻ നോക്കും. അതന്നെ അമ്മ പറഞ്ഞതിന്റെ ശരി. അത്രേ ഉള്ളൂ. നീ വേണമെങ്കിൽ പഠിച്ചോ ഉടനെ ഒരു ജോലിയും കിട്ടും. നല്ല മിടുക്കൻ കൂട്ടപ്പനെ കൊണ്ട് ഈ അമ്മ കെട്ടിക്കും നിന്നെ. അമ്മ കെട്ടിക്കും നിന്നെ. അത്രേ ഉള്ളൂ. ഒരു പേടിയും വേണ്ട കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. ഇനി ആ എരപ്പാളിയെ നമുക്ക് വേണ്ട. എവിടെയെങ്കിലും പോട്ടെ. സുമിത്ര എന്താ ഇവിടെ? കടയിൽ വന്നു. അത് ശരി. ഇത് ശീതളൊന്നും വാങ്ങി തരൂല അല്ലേ? കണക്ക് തന്നെ. ശരി. സുമിത്ര ഒറ്റക്ക് തന്നെ ഇതെല്ലാം കാര്യങ്ങൾ നടക്കണ്ടേ? എന്റെ അവസ്ഥ അറിഞ്ഞല്ല. ഞാനവിടെ ചാടി. ഞാൻ അറിഞ്ഞായിരുന്നു. സഹിക്കാൻ പറ്റണില്ലാന്നേ. എന്തൊരു ജാടയാണ് അവള്. അവളുടെ അപ്പന്റെ വായിലിരിക്കണായിട്ട് അവിടെ കിടക്കാനേ പറ്റണില്ല. ഇടയ്ക്ക് കേക്കാറുണ്ട് ഒച്ചപ്പാടൊക്കെ. അല്ല, ശീതളിന് ഇപ്പൊ വീട്ടിലേക്കൊന്നും വരണില്ലാന്ന് കേട്ട്. വരുന്നുണ്ടോന്ന് വെച്ചാ വന്നിട്ട് ഇപ്പൊ എന്തിനാ? ഉണ്ടെങ്കിലും ഇല്ലൊക്കെ ഒരുപോലെ തന്നെ അല്ലേ? എന്തിനാണെന്നേ നമുക്ക് വേണ്ടാത്തോടത്ത് നമ്മളെന്തിനാ നിന്ന് സഹിക്കണ? ആരോട് പറയാനാ ഏട്ടാ? പ്രേമിച്ചൊക്കെ കെട്ടിയതല്ലേ? അതെ. പ്രേമിച്ചിരുന്നപ്പോ ഒരാളായിരുന്നു, കെട്ടിക്കഴിഞ്ഞപ്പോ വേറൊരാള്, കൊറേ കൊല്ലം കഴിഞ്ഞപ്പോ വേറൊരു മനുഷ്യൻ. അതാണ് ഞാനിതൊക്കെ നിന്ന് കാണുന്നുണ്ട്. നേരം വെളുത്ത ശീതളിന് ആ ജനല് തുറന്നിട്ട് ചാരല തന്നെ നോക്കി നിക്കലാ പണി. ഞാൻ പിന്നെ ഇത് കാണേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നിന്റെ മുഖത്ത് എനിക്ക് നോക്കണ്ടേ? നീ സങ്കടപ്പെടുവല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ അതിനൊരു പ്രശ്നത്തിന് നിക്കാത്തത്. ഒന്നല്ലേ ഏട്ടാ, എല്ലാം നമ്മളും കാണുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ക്ഷമിക്കണ്ടെന്നേ. നമ്മളെന്തെങ്കിലും ഒരാളുടെ ഭാര്യയെന്ന് ഓർത്ത് അയാൾ പറഞ്ഞ ആട്ടും തുപ്പും കേട്ട് കിടക്കണ. സുമിത്രക്ക് ഇത്രയും സൗന്ദര്യമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. കൊറേ കൊല്ലം കഴിയുമ്പോ നമ്മളും ഇങ്ങനെയൊക്കെ ചിന്തിക്കേട്ടാ. എന്തായാലും നമ്മള് വേണ്ടാത്തോടത്ത് നമ്മളും നിക്കണ്ടെന്നേ. എന്നെ വേണ്ടാത്ത അവളുടെ അടുത്ത് ഞാനിതിനാ നിക്കണ. ഇല്ല ഏട്ടാ, നമ്മള് തീരുമാനിച്ചു കഴിഞ്ഞു. സഹിച്ചു നിക്കാനൊന്നും പറ്റില്ല. ഇത്രയും വൈകണ്ടായിരുന്നു. എപ്പോഴേ തീരുമാനം എടുക്കേണ്ടതാണ് എന്നെ പോലെ. ഇന്ന് ശരിയാവും നാളെ ശരിയാവും വിചാരിച്ചിങ്ങനെ നിക്കല്ലേ ഏട്ടാ? കുടുംബമൊക്കെ അല്ലേ. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്കും പ്രയാസമുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാണ്? നമ്മളെ കൊണ്ട് സഹായിക്കാനൊക്കെ ഇല്ലല്ലോ. വന്നവിടെ പെട്ടുപോയില്ലേ. ചേട്ടന് പോലും ഇത്രയും ചിന്തയുണ്ട്, വീട്ടിലുള്ളവര് ചിന്തിക്കണ്ടേ? അല്ല, ചിന്തയില്ലാഞ്ഞിട്ടല്ല, ഓരോ വിധിയുണ്ടല്ലോ സുമിത്രേ. ഇനിയിപ്പോ ജീവിതം ഒന്നുള്ളൂ. അത് നമ്മൾ നശിപ്പിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക്. നമുക്കൊരു ജീവിതം വേണ്ടേ? പറഞ്ഞു വരുമ്പോ നമ്മളും തുല്യ ദുഃഖിതരാ ഏട്ടാ. പൈസ കൊടുത്താ പറ്റാണാ? നമുക്കിനി പറ്റൊന്നും വേണ്ട. അന്തസ്സായിട്ട് ജീവിക്കണം. ഒരാളുടെ അടുത്തും തലമാന്താ നിക്കണ്ട. ശരി ഏട്ടാ. ചേച്ചി, അവരുടെ പത്ത് എത്രയാണ്? സുമിത്രയുടെ ഒക്കെ? അതെ ശിതലേട്ടാ, ഇനി കൂടുതൽ സംസാരത്തിന് നിക്കണ്ട. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ല. അത് തന്നെ. അതല്ലൊന്ന് എന്ത് പറയാൻ? ഇനി ഒന്നും പറയണ്ട. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. നിങ്ങൾ എന്തിനാ അറിയണത്? അന്തേം തള്ളേ. നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോണെങ്കിൽ നീ പോക്കോ. എന്റെ മോളുടെ കയ്യിൽ മേടിച്ചേക്ക് ഇവിടെ വച്ചിട്ട് നീ പോയാ മതി. അയ്യോ, എന്ത് തീർന്നിയോ? എന്താ നിങ്ങക്ക് തിരിച്ചറിയേണ്ടത്? ഇത് അവളുടെ ബാഗല്ലേ? ഇതിനൊരു കുന്തമില്ല. എന്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇവിടുന്ന് ഇവർ എന്തെങ്കിലും കട്ടോണ്ട് പോണ്ടാവും. വെറുതെ എന്റെ വായിലിരിക്കുന്ന വല്ലതും കേൾക്കണ്ട. പറഞ്ഞേക്കാൻ അയ്യത്ര അഭിമാനിയാണെങ്കിൽ എന്റെ മോളുടെ കൊണ്ടുപോയി സ്വർണ്ണം ഇവിടെ വച്ചിട്ട് നിങ്ങളല്ലേ പറഞ്ഞത് കോടതി പോയി കേസ് കൊടുക്കുന്ന? പോയി കേസ് കൊടുക്ക. അപ്പൊ അവിടെ തരാ. എന്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഇതില്. അയ്യോ, നീ ഒന്ന് പോയാ മതി ഇവിടുന്ന്. നല്ല അന്തസ്സുള്ള ഒരുത്തനെ കൊണ്ട് എന്റെ മോളെ ഞാൻ കെട്ടിക്കോടാ. അയ്യോ, നിങ്ങളുടെ ഈ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് നല്ല അന്തസ് കൊച്ചിനെ ഞാൻ കല്യാണം കഴിക്കും. വേണേ നോക്കിയോ? ജില്ലും കൂട്ടിൽ പോണേ ഇറങ്ങി. നാണയില്ലാതെ എന്റെ മോളുടെ ബാഗും കെട്ടിച്ചോന്ന് പോയിട്ട് അതിന്റെ
എന്താണ് നോക്കിയേക്കണ കയറിപ്പടി. ഓ ശരി. ശീതളേട്ടാ അവളുടെ കെട്ടിയ പ്യാരി ഇട്ടിട്ട് പോയപ്പോ തുടങ്ങിയതാ അവളുടെ ഇളക്കം നിങ്ങളുടെ ഒരു നോട്ടം. ചാരുവിനൊന്നും ശ്രദ്ധിച്ച് നോക്കേണ്ടത്. എന്തൊരു സ്മാർട്ടാണ് ആ കുട്ടി. അല്ല പ്രേമിക്കുമ്പോ ഇതൊന്നും അവൻ കണ്ടിട്ടില്ലേടി. അങ്ങനെ ഒരു കുരുത്തം കെട്ട സ്വഭാവം അതിന്റെ വേറെ ഒരു തള്ളനെ ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇവൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്. 10 പൈസ നീയും കുടുംബത്ത് കൊടുന്നിരുന്നല്ലോ, നീ അവിടെ കൊടുന്നല്ലേ നക്കി തിന്നോണ്ടിരിക്കുന്നത്. അതെ, ഈ ഇത് ആദ്യം കൂടണമെങ്കിൽ ഒരു 20,000 രൂപ വേണം, അത് അച്ഛൻ തരണം. നീ ആ ചാരുവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും ഒന്ന് ചാരു. കുറെ നേരം ചാരു ചാരു ചാരു. ഇനിയിപ്പോ ജീവിതം ഒന്നുള്ളൂ, അത് നമ്മൾ നശിപ്പിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക്. അച്ഛനുണ്ടല്ലോ, പിന്നെന്താ? എന്താ ചാൻ പോട്ടം തന്താ? അതവിടെ ഇരുന്നാ പറ്റില്ല, ഉണ്ണിയേട്ടൻ അത് എടുത്തോണ്ട് പോകും. അതുകൊണ്ടായി പറയുന്നത്. നല്ല അന്തസ്സുള്ള ഒരുത്തനെ കൊണ്ട് എന്റെ മോളെ ഞാൻ കെട്ടിക്കോട്. അയ്യോ, നിങ്ങളുടെ ഈ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് നല്ല അന്തസ് കൊച്ചിനെ ഞാൻ കല്യാണം കഴിക്കും. ഒന്നോ പല പ്രശ്നങ്ങളുണ്ടായിട്ട് കെട്ടി ഒഴിവായിട്ട് ഇപ്പൊ രണ്ടാമതൊന്ന് കെട്ടിയിരിക്കണതാണ്. ഇനി അവനങ്ങനെ വലിച്ചുകൊണ്ടായിട്ട് ഈ കുടുംബം കൂടി തകർക്കാനുള്ള പരിപാടിയാണോ? ജോലി ഉണ്ടായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്നെ ഒന്നിനും കൊള്ളൂല്ല ഇപ്പൊ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ജാതക പ്രശ്നം അങ്ങനെ ഇരിക്കണം തന്നെയാണ് നല്ലത്. കഴിക്കണ്ട അത്. അയ്യോ കല്യാണമേ വേണ്ട, അതുകൊണ്ട് കണ്ടില്ലേ കഴിച്ചവരൊക്കെ ഇരിക്കണേ. ശീതള ആ മന്മഥനായിരുന്നോ? നിങ്ങളിത് എവിടെ പോയി കിടക്കും? ഞാൻ കാത്തിരുന്നിരുന്ന് ഉറങ്ങിപ്പോയി. നമ്മുടെ മറ്റേ മുനീർക്കാസ് റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, ഒരു നോട്ടീസ് അടിച്ചിരാന്ന് പറഞ്ഞു. അതെ, അപ്പൊ അത് ഓക്കെ ആയി. ആയിക്കോട്ടെ, അത് നന്നായി, അത് നന്നായി. പിന്നെ ആ കലാ ടെക്സ്റ്റൈൽസ് ഒരു കപ്പ് തരാന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതെ അല്ലേ, ഫസ്റ്റ് പ്രൈസ് കൊടുക്കാനുള്ളത്. അതൊക്കെ ഇല്ലേ? അതൊക്കെ ഉണ്ട്, അതൊക്കെ ആയി. അപ്പൊ അത് മേടിക്കാം. ഈ പിന്നെ നാടൻ പാട്ടിന്റെ ബാക്കി 1-2 പാട്ടുകാരെ അറേഞ്ച് ചെയ്യണം. അല്ല അത് സുധി, അത് താളത്തിന് ഇപ്പൊ ശീതളായിട്ടും വേണ്ടേ? അല്ല ഞാൻ ഓക്കെ, നീ നിന്റെ 2 സുഹൃത്തുക്കൾ വരുന്ന പറഞ്ഞില്ലേ? അത് ശരിയാക്കാം. അത് ശരിയാക്കാം, സംശയിച്ച് പറയല്ലേ, അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലേ, വേറെ ആളുണ്ട്. അത് വരും, എന്തായാലും വരും. അത് ശരിയാക്കണം, അല്ലാതെ വെറുതെ നമ്മള്, ഞാൻ ഒരു കാര്യം പറട്ടെ, നമ്മള് തമാശക്കളി ആവരുത് കേട്ടോ. നമ്മള് 2 വർഷം മുടങ്ങി കിടക്കായിരുന്നു, അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. പരിപാടി ഗംഭീരാക്കണം കേട്ടോ, വെറുതെ നമ്മള് പാട്ടെല്ലാം സൂപ്പർ ആക്കാം. നമ്മള് തലയിട്ടിട്ട് പിന്നെ അവസാനം ഇതായത് പറയരുത്. അച്ഛാ, ഞാനേ ക്ലബിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിന്റെ പാട്ട് റിഹേഴ്സൽ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ചാരുവിനോട് ചോദിച്ചിട്ട് പോയാൽ മതി. ചാരുവിനോടൊന്ന് ചോദിച്ചിട്ട് പോക്കോളാൻ. ചാരുവിടെ ഇല്ലല്ലോ, അവള് പോരില്ലേ? വരുമ്പോ പറഞ്ഞാ പോരാ, നിങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേ? ഞാൻ പോയിന്ന് പറയാൻ എത്ര വലിയ താമസം ബുദ്ധിമുട്ടുണ്ടോ? അളിയാ, നാടൻ പാട്ടിന്റെ താളം ശരിയാക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരു താളമുണ്ട്, അതൊന്നും ശരിയാക്കണം. നീ ആദ്യം നിന്റെ താളം ഒന്ന് ശരിയാക്ക് കേട്ടോ, നീ എന്നെ പഠിപ്പിക്കണ്ട. ഒരുവിധം താളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിൽക്കണത്. എടാ, ഈ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഈ കണ്ണടയും വെച്ചിട്ട് വെറുതെ സൂര്യനെ പേടിപ്പിക്കാൻ വേണ്ടി നടക്കാന്നല്ലാതെ വല്ല പണിക്ക് നീ പോകുന്നുണ്ടോ? അല്ല, അത് പറയണവർക്കും ബാധകമാണ്. പറയണവർക്ക് ബാധകാന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ബിസിനസ്സും കാര്യങ്ങളെ കുറച്ചൊന്നും മുടങ്ങി കിടക്കണം, അത്രേ ഉള്ളൂ. പുച്ഛം തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. അല്ല, അത് പറയേണ്ട കാര്യമില്ല, എനിക്ക് റിയൽ എസ്റ്റേറ്റ് ആണ്. എന്റെ സ്ഥലക്കച്ചവടം നടക്കുമ്പോഴേ എന്റെ കയ്യിൽ കാശുണ്ടാവുള്ളൂ. അല്ല, ഇപ്പൊ കാശിന്റെയും കുഴപ്പമില്ല, സമ്പാദിച്ചുകൊണ്ട് ആളുണ്ടല്ലോ. എങ്ങനെയാണ്? കെട്ടുകള് സമ്പാദിച്ച് തിന്നാൻ വേണ്ടി ഇരിക്കല്ലേ. ആദ്യം അത് കെട്ട് ശരിക്കും. ചാരുവാ, ഞാൻ എന്റെ കെട്ടുകാരൻ എങ്ങടെ പോണെന്ന് ചോദിച്ചോ? നാടൻ പാട്ടിന് കൊട്ടാൻ ക്ലബിലേക്ക് പോവാ. ശീതളേട്ടനെ ഒന്ന് പറഞ്ഞേ. പെട്ടെന്ന് പറഞ്ഞേ. അതെ, നീ നിന്റെ പാട്ടുകാരെ വിളിക്കും. ആ പാട്ടുകാരെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയും. ഇന്ന് നമുക്ക് റിഹേഴ്സൽ നടത്തിക്കൂടെ? എല്ലാ സംഭവം അവര് വരാൻ. ഈ താളയിലോട്ട് ഞാൻ എന്താക്കാൻ? അതെ, നീ നിക്കണമെന്നില്ല, ഇതളം വരില്ല, ഞങ്ങള് പൊക്കോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതുവരെ എല്ലാം പോയിക്കോട്ടെ. ആ 20,000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചല്ലേ ഇപ്പൊ കൊടുത്താ. എന്തായിരുന്നു? അല്ല, ശീതളേട്ടൻ ഇതെങ്ങോട്ടാ? അല്ല, ഞാനേ ക്ലബിന്റെ ഒരു പ്രോഗ്രാമിന് റിഹേഴ്സലിന് വിളിക്കാൻ വന്നവര്. ഇതൊന്നും നിർത്താറായില്ല? അല്ല, ഇതൊന്നും നിർത്താറായില്ലേന്ന്.
വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പറയണോ? നോക്കി കണ്ടു ചേട്ടന് വാങ്ങിക്കത്തില്ലേ? അല്ല അത് ഇപ്പൊ നീ നാളെ നിനക്ക് ലീവല്ലേ, അപ്പൊ നാളെ വീട്ടിലുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണ്ടെന്ന് എനിക്കറിയാലോ. ലിസ്റ്റ് ഇട്ടിട്ട് നീ തന്നെ മേടിച്ചോ നാളെ. ഒരു ദിവസം ലീവുള്ള ഞാൻ ഇനി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കണം. ചേട്ടൻ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ? വെറുതെ ഇരിക്കാന്ന് പറയല്ലേ ചാരു. എനിക്ക് എന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുറത്തു പോകുന്നില്ലേ, സ്ഥലം നോക്കാനും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നീ പണിക്ക് പോകുന്നോണ്ട് എന്താ കാര്യം? നിനക്ക് നിന്റെ മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സ് മേടിക്കാനുള്ള കാശുള്ളല്ലോ അത്. അതെ, എന്റെ ജോലിക്ക് ഇതൊക്കെ ആവശ്യമാ. നന്നായിട്ട് മേക്കപ്പ് ചെയ്യണം, നല്ല ഡ്രസ് ഇടണം, നല്ല പേഴ്സണാലിറ്റി വേണം. അല്ല, ചേട്ടൻ ഇതൊക്കെ കണ്ടിട്ടാണല്ലോ എന്നെ പണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ. അല്ല, ഇപ്പൊ എന്താ ഈ പറ്റിയത്? ഒന്നും പറ്റിയിട്ടൊന്നല്ലോ ചാരു, ഞാൻ നിന്നോട് അതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ എനിക്കിപ്പോ അത്യാവശ്യം അവര് ഒരു പാട്ടിന്റെ റിഹേഴ്സലിന് വിളിക്കാൻ വന്നിരിക്കുകയാണ്. അതിനൊന്ന് പോണം, അത്രേ ഉള്ളൂ. ചേട്ടൻ ഈ പാട്ട് കൂത്ത് ഇതൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാ ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ഒരു ഗ്ലാസ് ചായ എനിക്ക് ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാ അതൊന്നും പറ്റില്ലല്ലേ? അല്ല, എനിക്ക് മനസ്സിലായില്ല. നീ ജോലി കഴിഞ്ഞ് വരുമ്പോ ഇനിയിപ്പൊ ഞാൻ ചായ ഉണ്ടാക്കി വെക്കണോ? അതിനിപ്പോ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ആ, ചേട്ടൻ പുറത്തു പോയിട്ട് വരുമ്പോ ഞാൻ ചായ ഉണ്ടാക്കി വെക്കാറില്ലേ? എന്റെ ചാരു, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഒന്നാമത്തെ ഈ കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ച് സഞ്ചിൻ തൂക്കി വരലും ചായ വെക്കലും പരിപാടിയൊന്നും എനിക്ക് അതൊന്നും ശീലമില്ല. ഉള്ള കാര്യം പറയാലോ. അതൊക്കെ ശീലമാക്കണം. പുതിയ ജീവിതമാകുമ്പോ പുതിയ ശീലങ്ങൾ. ചേട്ടനെ ഞാൻ എല്ലാം ശീലിപ്പിക്കാം. ഒന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ. ഓ, അത് ശരി. ഇവിടെ ഇപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണേ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുറത്ത് രണ്ടുപേര് നിൽക്കുന്നില്ലേ, അവരെന്തിനാ എപ്പോഴും എപ്പോഴും എങ്ങനെ വരുന്നത്? ഞാൻ കംഫർട്ടബിൾ അല്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറഞ്ഞേക്കോ. ഒരു ക്ലബിന്റെ ഒരു നാടൻ പാട്ട് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിട്ടൊന്ന് വിളിക്കാൻ വന്നതാണ്. പോവാണ്ടിരിക്കാൻ പറ്റില്ല. ചേട്ടന് പാട്ടിനും കൂത്തിനും പോകാനൊന്നും ഒരു കുഴപ്പമില്ല. നീ ഒന്ന് മെല്ലെ പറയുന്ന കേൾക്കണ്ടെന്ന്. അതിന് ഞാൻ എന്താ പറഞ്ഞു? ഞാൻ സത്യമല്ലേ പറഞ്ഞേ? ആ, സത്യമൊക്കെ തന്നെ മിണ്ടാതെ നിൽക്കും. ഞാൻ അധികം വർത്താനം ഒന്നും പറയാൻ നിൽക്കണ്ട. ക്ലബിലൊന്നും പോവുകയും വേണ്ട. ചേട്ടൻ ആദ്യം സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാൻ പറ്റും. ഞാനേ മടുത്തിട്ടാ വിളിച്ചു. കുടിക്കേ. കുടിക്കൂ കുടിക്കൂ. ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഒരെണ്ണം മതി, ഒരെണ്ണം മതി, ഒരെണ്ണം മതി അച്ഛോ, ഒരെണ്ണം മതി. അമ്മ കാര്യമായിട്ട് എന്തിനാ വീട്ടിലേക്ക് പോണെന്നാ പറയണേ. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. എന്തായി പറയണേ? എന്തിനാ വീട്ടിൽ പോണേ? അത് പോണം, പോവാതെ ശരിയാവില്ല. എന്താ ഇവിടെ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, ഇവിടെ നിന്നാ മതി. അല്ല, സൗകര്യക്കുറവിന്റെ അല്ല. ഞാൻ ചാരുല തന്നെ കല്യാണം കഴിച്ചപ്പോ അവിടുത്തെ അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ അവളുടെ വീട്ടിൽ നിന്നത്. പിന്നെ അതാണ് ഈ പൊല്ലാപ്പിനൊക്കെ കാരണമായത്. അതെ, അതൊന്നും അല്ല, അവളുടെ സ്വഭാവ ദോഷം കൊണ്ടാ. അതെ അതെ, ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. ഞങ്ങളുടെ മോള് പൊന്നു പോലെ നോക്കും. പിന്നെ സ്നേഹിക്കാൻ അച്ഛനും അമ്മയില്ലേ? അല്ല, ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു ഞാനും സുമിത്രയും കൂടി അങ്ങോട്ട് ചെല്ലും. അല്ല, അതിപ്പോ അച്ഛനെ വേണമെങ്കിൽ ഇതാ ഞാൻ വിളിച്ചു പറയാം. മോൻ ഇവിടെ സന്തോഷായിട്ട് നിക്കാണ്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ദിവസത്തേക്ക് വരും. അപ്പൻ ഇങ്ങോട്ട് പോരും പറയും. അല്ല, ഇപ്പൊ എല്ലാരും കൂടി നിർബന്ധിച്ചാ പിന്നെ എന്താ ചെയ്യണ? അങ്ങനെ തീരുമാനിക്കാല്ലേ? അത് മതി. പിന്നെ നിങ്ങൾ ആ ജനല് തുറന്നിടണം എപ്പോഴും. വേണ്ട വേണ്ട, ജനല് തുറന്നിടണ്ട. എനിക്ക് ആ വൃത്തികെട്ടവളുടെ മുഖം ഇനി കാണണ്ട. മോനങ്ങോട്ട് നോക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ഇവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണത് ചിലരെയൊക്കെ ഒന്ന് എനിക്ക് അറിയിക്കണം. അവരറിയട്ടെ. പൊന്നുപോലെ ഒരു പെണ്ണിനെ കിട്ടുമ്പോഴേ മോനെ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കണേന്ന്. അന്ന് എല്ലാം തുറന്നു വലത്തിട്ടേ. കഴിക്ക്. മോന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതുപോലെ ഉറപ്പായിട്ടും ഏത് മീനാ വേണ്ടെന്നൊക്കെ പറഞ്ഞാ മതി കേട്ടാ. എന്തായാലും മതി. ഇവിടെ സുഖമായിട്ട് നിൽക്കാതെ. അങ്ങനെയല്ല, ചിലപ്പോ പറയൂല. ആദ്യത്തെ ദിവസമൊക്കെ പരിചയക്കേടൊക്കെ കൊണ്ടേ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ എന്തായാലും സ്വന്തം അമ്മ അച്ഛനും. ഞാനിപ്പോ അവിടെ ഇരുന്നെങ്കിലും കണ്ണ് ഇവിടെ ഇരുന്നല്ല. എല്ലാം അറിയാ, അതല്ല കാര്യങ്ങളൊക്കെ അറിയാന്നേ. കഴിക്ക്.
കുറച്ചുകൂടി ബൂസ്റ്റ് ചേർത്തേ കഴിച്ചോ കഴിച്ചോ കുറച്ചുകൂടി ബൂസ്റ്റ് എടുക്കട്ടെ വേണ്ട ബൂസ്റ്റ് മതി ബൂസ്റ്റ് മതിയാ പട്ടിയെ പോലെ പണിയെടുക്കുക പിടിച്ചേ അതെയാ ആ സാറിന് ചവിട്ടി ഇവിടെ വെക്കല്ല അങ്ങടെ അകത്തേക്ക് വെക്കേ ഉമ്മേ ഇപ്പഴാടാ നമ്മുടെ വീട്ടിലൊരു മരം ഉണ്ടായത്. ഇതിന്റെ മുമ്പ് ഒരു കോന്തണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മോള് രക്ഷപ്പെട്ടു. ആ ചുളുവിനൊരു വേലക്കാരനെ കിട്ടിയതല്ലേ. പണിയെടുപ്പിക്കട്ടെ പണിയെടുപ്പിക്കട്ടെ. ആ എടുപ്പിക്കേ ചിലർക്കൊക്കെ അവരുടെ മകളുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ മകളുടെ കല്യാണം നടന്നതിൽ ഒരു കണ്ണുകടി ഉണ്ട്. എന്താ ആയിക്കോട്ടെ. അയ്യോ കണ്ണു കടിക്കാൻ പറ്റിയൊരു മുതലേ. ഒരു മുതല് ഇവിടുന്ന് എങ്ങനെയാ ആട്ടെ പറഞ്ഞു വിട്ടതാ. വിട്ടതാ ആണല്ലാതെ കേറ്റ് താമസിപ്പിച്ചിട്ട് ഓരോ കാര്യം പറയാൻ വന്നിരുന്നു. ഓ പുന്നാര മോൾക്കൊരുത്തനെ രണ്ടാം കെട്ടിനെ കണ്ടുപിടിച്ചതാ. എന്റെ മോള് തുപ്പിയെ കളഞ്ഞ സാധനത്തിന്. എന്നിട്ടാണ് ഈ ഗീർവാട് പറയുന്നത്. അവിടെ നിൽക്കണേക്കാക്കോളാം ആ ഏരപ്പാളി കേറ്റി താമസിപ്പിച്ചിട്ട്. അച്ചി വീട്ടിലെ താമസിക്കണതേ മോശാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാനാ. ഇപ്പൊ അച്ചി വീട്ടിലെ നക്കി തിന്നിരിക്കുക. അയ്യോ അച്ഛ വീട്ടിൽ താമസിക്കണോ? അതെ അവനോട് താമസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിർബന്ധിച്ചിട്ടാ. എന്റെ മോളും അവളുടെ ഭർത്താവും ഇവിടെ തന്നെ താമസിക്കും. താമസിക്കും. ഏ പോണ പെൺകൊന്ത അവിടുന്ന്. എന്റെ പെൺകൊന്താണ്. എന്റെ കെട്ടിയം തന്നെ അല്ല. പെണ്ണിന്റെ വാക്ക് കേട്ട് കിടക്കണ ഒരു പെൺകൊന്നാന്നാണ് പറയുക. അതേ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തിന് കൂട്ടുകാരന്റെ കൂടെ തെണ്ടി നടക്കാനല്ല, കുടുംബത്തെ ഓരോ കാര്യം ചെയ്ത് ജീവിക്കാനാ. അല്ലാണ്ട് അച്ചി വീട്ടിൽ ഓശിക്ക് തിന്ന് ജീവിക്കാനല്ല. അന്റെ കുടുംബത്തെ ജീവിച്ചപ്പോഴാണ് അവ അങ്ങനെ. ഇപ്പൊ കണ്ടോ ഈ കുടുംബത്ത് വന്നു കയറിയപ്പോ അവ കുടുംബത്ത് പണിയെടുക്കാൻ തുടങ്ങി. നിങ്ങൾ നന്നാവണ്ട ആദ്യം. തള്ളേനെ മാറ്റി വേറെ പെണ്ണ് കിട്ടും. ഞാൻ കാണിച്ച പോലെ സ്വൈര്യം കിട്ടും. ആ കച്ചറോടൊന്നും വർത്താനം പറയണ്ട. ഞാൻ അനുഭവിച്ചാൽ നിങ്ങൾ നീ അനുഭവിക്കാ. നീ കിടക്കണല്ലോടാ. നീ ഇങ്ങനെ മുട്ടിലറിയണ ഞാൻ കാണൂടാ. എടാ ഞാൻ പറഞ്ഞത് തന്നെ താൻ തിരിച്ചിങ്ങോട്ട് പറഞ്ഞൊന്നും വിചാരിക്കണ്ടോ. വെറുതെ വേഷം കെട്ടെടുക്കണ്ട. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്താണ് നിൽക്കണത്. സമാധാനായില്ലേ എനക്കൊക്കെ? രണ്ടാം കെട്ടല്ല മൂന്നാം കെട്ട് കെട്ടുകോ. തൊട്ടടുത്തുനിന്ന് കെട്ടിയിട്ട് കുടുംബത്തിന്റെ മാനം കളയിക്കില്ലേ ഇപ്പൊ എല്ലാവരും കൂടി. ഒന്നത് അയൽവക്കം ഇങ്ങനെയല്ലേ, പിന്നെ നമ്മളെങ്ങനെ ഞങ്ങൾക്കൊന്നും ഈ കച്ചറത്തര അറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, പ്രായത്തിന്റെ ബഹുമാനം എന്തിനാണ് ഈ പ്രാന്തന്മാരോട് വർത്താനം പറയാൻ പോണ്? ഞാൻ നന്നാവില്ല തീരുമാനിച്ചവരോട് മുണ്ടിട്ട് കാര്യമില്ല. വർത്താനം പറയണ്ട. വർത്താനം വർത്താനം പറയാൻ നിൽക്കണ്ട. അത് അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവുണ്ട് പോനെ. അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവുണ്ട്. നീ മനസ്സിലാക്കി കൊടുക്കണ. നീ ഉരുകി പോകും. നിങ്ങൾ അനുഭവിക്കും. നോയിക്കോ. എണ്ണിക്കോ എണ്ണിക്കോ എങ്ങനെ എണ്ണിക്കോ. ഞാൻ പറഞ്ഞതൊക്കെ അച്ചട്ടാ കൂടി. ഇങ്ങനെ എണ്ണിക്കോ. പെൺപോത്ത് അവിടെ വിളിച്ചിട്ട് പോടാ. അവന്റെ ഒരു ബോളും